എല്ലാ കൊല്ലവും നടന്നു വരുന്നത് പോലെ മഹാനായ ഷേഖ് അഹ്മദ് അൽ കബീർ റിഫായി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഇക്കൊല്ലവും അനുഗ്രഹീതമായ ഈ മജ്ലിസിൽ ഞാൻ നിങ്ങളെ സംഗമിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്ത് മഹത്തുക്കളോടൊപ്പം പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അനുഗ്രഹീതമായ ആ സ്വർഗത്തിൽ ഇതേ നിലയിൽ ഒത്തുകൂടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹത്തായി മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മഹാമാരികളും ഒക്കെ അല്ലാഹു നമുക്ക് മാറ്റിത്തന്ന് എല്ലാ തരത്തിലുള്ള സന്തോഷവും സമാധാനവും ഐശ്വര്യവും നമ്മുടെ നാടുകളിലും വീടുകളിലും കുടുംബങ്ങളിലും നാം ബന്ധപ്പെടുന്ന അഖില മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പരിപാടി ഒരു വൻ വിജയമാകുന്നതിന് വളരെ നാളുകളായി അഹോരാത്രം പാടുപെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംഘാടക സമിതി അംഗങ്ങൾ, സ്വാഗത സംഘ അംഗങ്ങൾ, അതുപോലെ ഈ മഹലിന്റെ ഈ മസ്ജിദിന്റെ പരിപാലന സമിതി അംഗങ്ങൾ, അതിന് നേതൃത്വം കൊടുക്കുന്നവര്, അവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അവിടെ ഈ വലിയ അധ്വാനത്തിന് പകരം നാളെ സ്വർഗം ഓശാരമായി റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതോടൊപ്പം മഹാനുഭാവന്റെ ആശയ ആദർശങ്ങളും അവരുടേതായ എല്ലാ തരത്തിലുള്ള നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ പാലിച്ച് യഥാർത്ഥ ഒരു വിശ്വാസിയായി റബ്ബിന്റെ പൊരുത്തം നേടി ഈ ലോകത്ത് നിന്ന് നമുക്ക് യാത്രയാകാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കൊച്ചുകുട്ടിയുടെ ഒരു ചെയിൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെടുക. ഇങ്ങോട്ട് വന്നാൽ മതി, ഇവിടെ വന്നാൽ മതി, പ്രയാസപ്പെടേണ്ട. ഇവിടെ ആരെ കാണണ്ടേ? ആള് വന്നിട്ടുണ്ട്. ഓഫീസിൽ ചെന്നാൽ മതി, ഓഫീസിലോട്ട്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സ്നേഹിതന്മാരെ, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും യഥാർത്ഥ മനുഷ്യരാണ്. യഥാർത്ഥ മനുഷ്യൻ ആര് എന്ന് അന്വേഷിക്കുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ഇന്ന് കഴിഞ്ഞുകൂടുന്നത്. നമുക്കറിയാം, ഏതൊരു വസ്തുവിനെ നാം എടുത്തൊന്ന് പരിശോധിച്ചാലും അതിന് ഒട്ടനവധി ഘടകങ്ങളുണ്ടാകും. എന്നാൽ അതിന് മൂല്യം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം അതിലുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഞാനും നിങ്ങളും സ്വർണ്ണക്കടയിലേക്ക് സ്വർണവുമായി കടന്നു ചെല്ലുമ്പോൾ അതൊന്ന് ഉരുക്കി നോക്കുന്നത്. മറ്റൊന്നിനു വേണ്ടിയല്ല, അതിലുള്ള തങ്കത്തിന്റെ തോത് എത്രയെന്ന് മനസ്സിലാക്കുന്നതിനും അറിയുന്നതിനും വേണ്ടിയാണ് അതൊന്ന് ചൂടാക്കി ഉരുക്കി നോക്കുന്നത്. എന്നതുപോലെ മനുഷ്യന് മൂല്യം നൽകുന്ന ഘടകം ഏതാണ്? മനുഷ്യന് പ്രധാനമായി രണ്ട് ഘടകങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പടച്ചിട്ടുള്ളത്. ഒന്ന് അവന്റെ ശരീരമാണ്, അത് മണ്ണിൽ നിന്നാണ്. മറ്റൊന്ന് അവന്റെ ആത്മാവാണ്, അത് റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവന് ഊതപ്പെട്ടതാണ്. ഈ യാഥാർത്ഥ്യം വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖഹു وبدأ خلق الإنسان من طين ثم جعل نسله من سلالة من ماء مهين الذي أحسن كل شيء خلقه. എല്ലാ വസ്തുക്കളെയും ഭംഗിയായി സൃഷ്ടിച്ചവനാണ് നാഥനായ റബ്ബ്. وبدأ خلق الإنسان من طين. മനുഷ്യന്റെ സൃഷ്ടിപ്പിനവൻ തുടക്കം കുറിച്ചത് കളിമണ്ണിൽ നിന്നാണ്.
ثم جعل نسله من سلالة من ماء مهين. പിന്നെ അവന്റെ ഉൽപ്പത്തിക്ക് അവൻ തുടക്കം കുറിച്ചത് ഏറ്റവും നിസാരവും നിന്ദ്യവുമായ വെള്ളത്തിൽ നിന്നാണ്. അനന്തരം അവനെ ഏറ്റവും ഭംഗിയുള്ള നല്ല രൂപത്തിലായി അല്ലാഹു അവനെ അങ്ങോട്ടാക്കി. എന്നിട്ടോ അല്ലാഹുവിന്റെ ആത്മാവിൽ നിന്ന് അതിന് റൂഹ് ഊതുകയും ചെയ്തു. അനന്തരം അവന് കേൾവിയും കാഴ്ചയും ഹൃദയവും നാം നൽകി എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ സഹോദരങ്ങളെ, ഇങ്ങനെ രണ്ട് ഘടകങ്ങൾ ചേർന്നാണ് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനമായ നിലയിൽ പടച്ചത്. ഒന്ന് അവന്റെ ശരീരം, അത് മണ്ണിൽ നിന്നാണ്. മറ്റൊന്ന് അവന്റെ ആത്മാവ്, അത് അല്ലാഹുവിൽ നിന്ന് അവന്റെ റൂഹിൽ നിന്ന് ഊതപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള മനുഷ്യനാണ് ഏറ്റവും ഉന്നതനായ മനുഷ്യൻ. മഹാനായ മൻസൂർ രാജാവിന്റെ സന്നിധിയിൽ ഒരു വേള ഇബ്നു മൂസ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു, എന്റെ ഭാര്യയ്ക്ക് സൂര്യനേക്കാൾ സൗന്ദര്യമില്ലെങ്കിൽ, ഭംഗിയില്ലെങ്കിൽ അവളെ ഞാൻ വിവാഹമോചനം നടത്തിയിരിക്കുന്നു, തലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പറഞ്ഞതിന് ശേഷമാണ് അയാൾ പറഞ്ഞു പോയതിന്റെ ഗൗരവത്തെ കുറിച്ച് അയാളൊന്ന് ആലോചിക്കുന്നത്. എന്റെ ഭാര്യയ്ക്ക് സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ടാകുകയോ, ഈ ലോകം മുഴുവനും പ്രകാശിപ്പിക്കുന്ന ഈ അനുഗ്രഹീതമായ സൂര്യനേക്കാൾ ഒരിക്കലും എന്റെ ഭാര്യയ്ക്ക് സൗന്ദര്യമില്ല എന്ന് അയാൾ തന്നെ അങ്ങ് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ അയാൾ അതിന്റെ മതവിധി അന്വേഷിച്ച് ആ കാലത്തുണ്ടായിരുന്ന പണ്ഡിതന്മാരെയൊക്കെ സമീപിച്ചു. പലരെയും കണ്ടു. അങ്ങനെ പലരും പറഞ്ഞു, ഒരിക്കലും സൂര്യനേക്കാൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് സൗന്ദര്യമില്ല, അതുകൊണ്ട് തലാഖ് സംഭവിച്ചുപോയി, വിവാഹമോചനം സംഭവിച്ചുപോയി എന്ന് പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ യഹ്യ റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം സമീപിക്കുന്നത്. മഹാനവറുകൾ പറഞ്ഞു, ഒരിക്കലും നിങ്ങളുടെ ഭാര്യയുടെ തലാഖ് സംഭവിച്ചിട്ടില്ല, അവരുടെ വിവാഹമോചനം നടന്നിട്ടില്ല. മറ്റൊന്നുമല്ല, വിശുദ്ധ ഖുർആനിൽ റബ്ബ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യയ്ക്ക് സൂര്യനേക്കാളെന്നല്ല, ചന്ദ്രനേക്കാളെന്നല്ല, അല്ലാഹു പടച്ചിട്ടുള്ള അവന്റെ സൃഷ്ടിജാലങ്ങളെ സർവ്വതിനേക്കാളും സൗന്ദര്യവും ഭംഗിയും അല്ലാഹു നൽകിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ വിശുദ്ധ ഖുർആനിന്റെ ചെറിയൊരു അധ്യായം അങ്ങോട്ട് ഓതി. വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം والطور والزيتون والتين والزيتون وطور سينين. والتين അത്തിമരത്തെ തന്നെയാണ് സത്യം, വസ്സൈതൂൻ ഒലിവിനെ തന്നെയാണ് സത്യം, വതൂരി സീനീൻ സീനാ പർവ്വതത്തെ തന്നെയാണ് സത്യം, വഹാദൽ ബലദിൽ അമീൻ നിർഭയമായ ഈ നാടിനെ തന്നെയാണ് സത്യം. വളരെ പ്രധാനപ്പെട്ട 4 സത്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചെയ്തു അല്ലേ. ഒന്ന് അത്തിമരത്തെ കൊണ്ടും, മറ്റൊന്ന് ഒലിവിനെ കൊണ്ടും, മറ്റൊന്ന് സീനാ പർവ്വതത്തെ കൊണ്ടും, മറ്റൊന്ന് സമാധാനമായ ശാന്തമായ ആ പ്രദേശത്തെ കൊണ്ടും സത്യം ചെയ്തിട്ട് അല്ലാഹു വലിയൊരു യാഥാർത്ഥ്യം പറയുക. ഏതാ യാഥാർത്ഥ്യം എന്നറിയണ്ടേ? لقد خلقنا الإنسان في أحسن تقويم. മനുഷ്യനെ ഏറ്റവും ഉത്തമമായ, ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും സുന്ദരമായ രൂപത്തിലാണ് നാം പടച്ചിട്ടുള്ളത്. അപ്പോ സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ള മറ്റ് സൃഷ്ടിജാലങ്ങളെക്കാളുമൊക്കെ ഏറ്റവും സൗന്ദര്യമുള്ളവനാണ് മനുഷ്യൻ.
എന്ന് വിശുദ്ധ ഖുർആൻ ഓതി മഹാനായ യഹ്യ റഹ്മത്തുള്ളാഹി തആല അലൈഹി അതിന്റെ മതവിധി പ്രഖ്യാപിക്കുകയാണ്. സഹോദര